ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു റൂട്ടാണ് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്. അപ്പോൾ ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ജുൻകുട്ടനും ഇക്കയും കൂടി വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമ്മളിത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പല്ല, പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിനൊരു വൈബ് തന്നെയല്ലേ, ഒരു പ്രത്യേക രസമല്ലേ ആ ട്രിപ്പിനും. അപ്പോൾ അങ്ങനെ പോകാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് പാസ് ചെയ്യുന്നതാണ് കാണുന്നത്. മുതുമലൈ ടൈഗർ റിസർവ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. അതിൽ ഏകദേശം 120-ലധികം ടൈഗേഴ്സ് ഉണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. നമ്മളൊന്നും ഇനി കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. ഇതിനകത്ത് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വെഹിക്കിളിൻ്റെ സഫാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ടൈമിംഗ് ഒക്കെ പറയുന്നത് രാവിലെ 6:30 to 10 മണിയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2 to 5 ഒക്കെയാണ് വരുന്നത്. ഡ്യൂറേഷൻ ഏകദേശം 60 മിനിറ്റിൻ്റെ അടുത്ത് അവർക്ക് ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ പെർ ഹെഡ് 340 രൂപയ്ക്ക് കേട്ടോ ബസ്സിന് വരുന്നത്, ബസ്സിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് സഫാരി കിട്ടും. ഇത് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് കാർ എടുത്ത് പോകുമല്ലേ, അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ വേറെ ഒരു സഫാരി ചെയ്തതിൻ്റെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. നമ്മൾ ആ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മാനുകളുടെ കുറേ നല്ല നല്ല വ്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതും പുൽമേടിൽ അങ്ങനെ മെയിന്നൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടിയും ഉള്ളിലേക്ക് നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വിളിക്കാനായിട്ട് ഒരുപാട് ഈ സഫാരിക്കാർ ഇങ്ങനെ റോട്ടിൽ കയറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവർ ഇത്ര രൂപയാണ് പെർ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ 3 പേരുള്ളതുകൊണ്ട് നമ്മളൊരു ജീപ്പ് എടുക്കുക ചെയ്ത് 1500 രൂപയാണ് വരിക. ശരിക്കും അതിൽ 6 പേർക്ക് വരെ കയറാൻ പറ്റും. ഞാനും ഇക്കയും കുട്ടിയും കൂടി ഒരു ജീപ്പ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മളത് ഒരു മലമുകളിലേക്ക് അവർ കൊണ്ടുപോകും. ഒരു ചെറിയ ട്രെക്കിങ്, നമുക്ക് വലിയ ഇതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, നമുക്ക് വന്യമൃഗങ്ങളെ കാണുന്നതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഞങ്ങൾ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ മാനുകളെ കണ്ടു, പിന്നെ ഈ കാട്ടുപോത്ത്, ആന അങ്ങനെയുള്ളതിനൊക്കെ കണ്ടു എന്നല്ലാതെ വേറൊന്നും വല്ലാണ്ട് കണ്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പോയ ടൈമിങ്ങും കുറച്ചൊരു ഉച്ചയാവാനായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കാണില്ല എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളവിടുന്ന് മലമുകളിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ചും കൂടി നല്ല റോഡിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണിത്. ഈ ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് കുറേ ജീപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളങ്ങനെ വിളിക്കാനായിട്ട് ഒരു റോഡിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മളെ ഓരോ ജീപ്പുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം. കാരണം അത്രയും പേര് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ജീപ്പ് സഫാരിയിൽ കിട്ടുക. പിന്നെ നമ്മൾ നല്ല റോഡിലേക്ക് കയറി നമ്മളങ്ങനെ മലയണ്ണാൻ, ഈ സിംഹവാലൻ കുരങ്ങൻ, അങ്ങനെ ഈ കാട്ടുപോത്ത് അങ്ങനെയുള്ള കുറച്ച് വന്യജീവികളെ മാത്രമേ കണ്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ടൈഗർ വരെ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട്. നമുക്കതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ വിശ്വസിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് പോയിക്കൊണ്ടിരുന്നു. നല്ല യാത്രയാണ് കേട്ടോ, നല്ല ഒരു കിടിലൻ റോഡുകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാൻകൂട്ടൊക്കെ കണ്ടിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. ജുനുക്കുട്ടനൊക്കെ പറയണ്ടല്ലോ, നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആ കുട്ടികളുടെ ഒരു കൗതുകം വേറെ തന്നെയാണല്ലോ. അപ്പോൾ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള ടൈപ്പാണ് കേട്ടോ. അങ്ങനെ നേരത്തെ എണീച്ചാൽ കരയുക അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മളിപ്പോൾ ടൂർ പോകുകയെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷം, ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിലൊന്നും അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാനുകളുടെ സ്പോട്ടുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ നല്ല അടിപൊളി റോഡാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ബൈക്ക് റൈഡേഴ്സിനൊക്കെ പ്രിയമുള്ള റോഡാണെന്ന് പറയില്ലേ, അങ്ങനെ റോഡ് തന്നെയാണ് കേട്ടോ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ളത്. പിന്നെ നമുക്ക് ഈ ഊട്ടിക്ക് 2 വഴികളുണ്ട്. മസിനഗുഡി വഴി 36 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു റോഡും അതല്ലാതെ ഗൂഡല്ലൂർ വഴി 67 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു റൂട്ടുണ്ട്. 2 റൂട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ മസിനഗുഡി വഴിയാകുമ്പോൾ 36 ഹെയർ പിൻ വളവുകളുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ഒരു സ്റ്റീപ്പായിട്ടുള്ള വളവുകളും തിരിവുകളും എല്ലാം വരുന്ന ഒരു റൂട്ട് തന്നെയാണ്. പിന്നെ നോക്കി കണ്ടു ശ്രദ്ധിച്ച് പോകുന്നവർക്ക് സേഫായിട്ട് പോവുകയും ചെയ്യാം കേട്ടോ. കുറച്ചൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചൊന്ന് വൈകി ഉച്ചയാവുന്ന നേരത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സേഫായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന നല്ല റോഡുകളാണ് കേട്ടോ. അങ്ങനെ റോഡ് മോശമാണെന്ന് പറയാനൊന്നുമില്ല, നല്ല അടിപൊളി റോഡുകളാണ്. പിന്നെ പറഞ്ഞില്ലേ ചെറിയ ചാറ്റൽ മഴയും ഒക്കെ കിട്ടുകയാണെങ്കിൽ വൈബാണ് അറിയില്ലേ, അങ്ങനെയുള്ള കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു റിസോർട്ടിൽ നിന്നിട്ട് പിന്നെ നാളെ ഊട്ടി ഫുള്ള്
ഉദകമണ്ഡലം കാണാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാനിപ്പം പുറപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. നമ്മളിവിടെ ഊട്ടിയിലെ മെയിൻ സിറ്റിയിൽ നിൽക്കാതെ ഒന്നുകൂടി ഉള്ളിൽ പോയിട്ട് വലിയ ആളും തിരക്കും ഇല്ലാത്ത നല്ലൊരു റിസോർട്ട് നോക്കി, ജൂൻകുട്ടിക്ക് അതായിരിക്കുമല്ലോ നല്ലത്, അങ്ങനെ വിചാരിച്ചിട്ട് ഒന്നുകൂടി ഉള്ളിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു റിസോർട്ടാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിസർവ് ബത്ലഹേം എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടേക്ക് എത്തിപ്പള്ളി പറഞ്ഞ പോലെ കുറച്ചൊന്ന് റൂട്ട് മാറിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാട്ടോ അവിടേക്ക് എത്തിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വഴിയിലൊക്കെ ഒന്ന് നിർത്തി, ഈ ബെഞ്ചുകളൊക്കെ വരുമ്പോൾ നിർത്തി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയായിട്ടോ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എന്തെങ്കിലും കുടിക്കാനോ ഒക്കെയുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഊട്ടിക്ക് പോണ വഴിയിലൊക്കെ പറ്റി. പിന്നെ അവിടെയൊക്കെ ഇറങ്ങി ജുനുക്കുട്ടനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ സിറ്റിയിലല്ലല്ലോ, ഒന്നുകൊണ്ട് ഉള്ളിലേക്കുള്ള റിസോർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റോഡുകളാണെങ്കിലും ഒക്കെ ഒന്ന് കമ്മി വരാൻ തുടങ്ങി, ഒറ്റ വണ്ടിക്ക് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിക്ക് പിന്നെ നല്ല കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. റോഡ് തന്നെ കുറച്ച് വിസിബിലിറ്റി കമ്മിയുള്ള ടൈപ്പായിരുന്നു. പിന്നെ അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസോർട്ടിൻ്റെ അടിപൊളി കാഴ്ചകളും ഊട്ടിയിൽ എക്സ്പ്ലോർ ചെയ്തൊക്കെ കാണാനായി അടുത്ത വ്ളോഗ് കാണണം. ടിൽ ദെൻ ബൈ.